വിശക്കണേ. ഈ ചമ്മന്തി ഒന്ന് അരക്കട്ടടാ. ചമ്മന്തിയോ? അപ്പൊ നിങ്ങളല്ല പറഞ്ഞ അയില കൂട്ടാണ്ട് നോക്കേ. അയില കൂട്ടാനോ? അയൽ കൂട്ടുണ്ട് നടാനോട് ഞാൻ പറഞ്ഞേ. അപ്പൊ സൻരാജ്, ഷിജുല ആൻഡ് സാദുൽ ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടിയിൽ നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ 3 പേരും വന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. അപ്പം ഇനി നിങ്ങളുടെ മാർക്കിലേക്ക് കിടക്കാം. ആദ്യം മണിക്കൂട്ടാ. ഞാൻ ഒരു 14,000 രൂപ വരെയാണ്. അപ്പം ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 14,000 രൂപ തരാം. ടോട്ടൽ എത്രയായി? അപ്പോൾ 28,000 ആയി. ഓക്കെ, 28,000 രൂപയായി. ഇനി പറഞ്ഞ പോലെ ബിജുക്കുട്ടാ, ബാക്കി ഞാൻ സെറ്റ് ചെയ്താ. പിടിച്ചോ. ഹലോ അച്ഛാ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇങ്ങോട്ട് കാട്ടിക്കാം. ഒന്നുമില്ലെങ്കിൽ ആ ലാപ്പ് അല്ലെങ്കിൽ ഈ കോപ്പ്. ഹലോ ഹലോ, എന്താ നിങ്ങളൊരു തേങ്ങയും മിണ്ടാത്തത്? അവിടുന്ന് മുണ്ടിനെ കേൾക്കണെങ്കിലേ ഈ തേങ്ങ മാറ്റിട്ട് അത് ഹലോ, നിങ്ങൾ 16-ന് എത്തൂലേ? ആരാ 16-ന്? ആര് 16-നല്ല, 16-ാം തീയതി എത്തൂലേന്ന്. അന്നാണ് ഓഡീഷൻ. നാട്ടിലെ കോമഡിക്കാർ. നാട്ടിലെ നോട്ടടിക്കാരോ? കള്ളനോട്ടിന്റെ ആൾക്കാരാവും. വെറുതെ അതിൽ പോയി പടണ്ട. അതല്ല, നാട്ടിലെ കോമഡിക്കാർ. ഓ, നമ്മളെ ഫ്ലവേഴ്സ് ചാനലിലെ ഇത് ഐറ്റം വേറെ പരിപാടി അല്ലേ? ആ, ഓരോരുത്തര് വന്ന് എത്ര പൈസയാ കൊണ്ടുപോകുന്നേ. ഏട്ടാ, നമുക്ക് പോണം ഫ്ലവേഴ്സില്. എന്നിട്ടേ ഗോൾഡൻ പഞ്ച് അടിക്കണം. ഒരു 10 ഗോൾഡൻ പഞ്ച് അടിച്ചാൽ മതി. നിങ്ങൾ ഗൾഫിലും പോണ്ട, നമ്മളെ കട മൊത്തം തീരും ചെയ്യും. എടി, അത് കേക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ കയ്യും വീശി ചെന്ന എങ്ങനെ അടിക്കും? ഇടി സ്കിറ്റ് വേണ്ടേ? അതൊക്കെ ഞാൻ ഏറ്റു. നമ്മളെ സ്കിറ്റ് പഠിപ്പിക്കാനേ ഒരാശാനം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ. മൂപ്പര് നല്ലൊരു ഫ്രഷ് സ്കിറ്റും കൊണ്ടേ ഇന്ന് തന്നെ അങ്ങോട്ട് വരും ചെയ്യും. ആഹാ, ഇജക്ക് ഫുൾ സെറ്റപ്പ് ചെയ്തുല്ലേ? എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിക്കോ. 16-ാം തീയതി രാവിലെ ഞാൻ അവിടെ എത്തും. ഓക്കെ ഓക്കെ, അപ്പൊ സെറ്റ്. എടാ, അച്ഛ ഓഡീഷന്റെ അന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നു. അതിന് തേങ്ങ അച്ഛ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മളെല്ലാരും കൂടി ഓഡീഷന് പോകുന്നു. ആഹാ, എന്തിനാ ഈ നിലത്തെടുക്കണേ? ഒരു ഫ്ലൈറ്റിലുണ്ടായതാ. അച്ഛൻ വന്നിട്ട് വേണം എനിക്കൊരു ഗോൾഡൻ പഞ്ച് കിട്ടാൻ. അത് കഴിഞ്ഞ വരവിന് കിട്ടിയല്ലേ? എന്ത്? നിങ്ങൾ ഗോൾഡ് കാണുന്ന പറഞ്ഞ് വാശിച്ചപ്പോ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു പഞ്ച്. ഇതാ പഞ്ചല്ല, ഐറ്റം വേറെയിലെ ഗോൾഡൻ പഞ്ച്. സത്യം. കണ്ണെത്താമല മാമലയേറി നോക്കട്ട വരുന്നുണ്ടേ പള്ളിപ്പാന പന്തലൊരുക്കട കുടുകുടു പണ്ടി ചെണ്ടമുറു. സഞ്ചിയും തൂക്കി ചാടാതെ എന്ത് കങ്കാരൂനുണ്ടായതാ? ആശാനെ, നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. അടിക്കാം. അമ്മേ, ചമ്മന്തിക്കുള്ള തേങ്ങ ആ പറഞ്ഞാല് മാ എന്നുള്ള അക്ഷരം ഒഴിവാക്കിയാല് കറക്റ്റാ. നിങ്ങക്ക് തേങ്ങാ ചമ്മന്തി അരക്കാൻ തോന്നി എന്റെ ഭാഗ്യം. വല്ല നെല്ലിക്ക ചമ്മന്തി ആയിരുന്നെങ്കിൽ. അമ്മ വിശക്കണ്, മൊബൈല് താ. അല്ല, ഈ ഏരിയയിലൊക്കെ കുട്ടികൾക്ക് വിശക്കുമ്പോ മൊബൈലാണോ തിന്നാൻ കൊടുക്കല്? അയ്യോ, അവൻ റീൽസ് കണ്ടേ ഭക്ഷണം കഴിക്കൂ. അത് കുഞ്ഞുനാള് മുതലുള്ള ശീല. എന്ത് ചെയ്യും നോക്കണേ, ന്യൂ ജനറേഷന്റെ ഒരു കാര്യേ. ഇന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ അമ്പിളിമാമനെ കാണിച്ചു തന്നിട്ടാ എന്നെയൊക്കെ കഴിപ്പിക്കാറ്. അപ്പൊ പകലൊക്കെ താൻ പട്ടിണി നടക്കുമായിരിക്കും. അയ്യോ മോനെ, അങ്ങനൊന്നും പറയരുത്. ഇത് നമ്മൾ അഭിനയം പഠിപ്പിക്കാൻ വന്ന ആശാനാണ്. ഞാൻ രവി, വൈറ്റിലയിലുള്ളതാ. വയറ്റിലാണെങ്കിൽ രവി അല്ലല്ലോ, വിര. ആശാനെ, ആശാ മോനെ പഠിപ്പിച്ചു തുടങ്ങിക്കോ. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ, നടക്കട്ടെ. മോനെ, ഒരു കാര്യം ചെയ്യും. ആദ്യം വന്ന് ആശാന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങ്. എന്ത് അനുഗ്രഹം? അയ്യോ, ഇത് നമ്മൾ കടയിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടെന്ന് തരുന്ന സാധനമല്ല. ആശാന്റെ കാല് തൊട്ട് വന്നിക്കീന്ന്. അതൊക്കെ വേണം. പിന്നെ എടാ, നമ്മൾ എന്തൊരു സംഭവം പുതുതായിട്ട് പഠിച്ചു തുടങ്ങുമ്പോ ഗുരുവിന്റെ കാല് തൊട്ട് വന്നിക്കണം. അത് നമ്മളെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആരോട് പറയാൻ? ഇപ്പത്തെ കുട്ടികൾ വല്ലതും സംസ്കാരത്തിനെ പറ്റി എന്തെങ്കിലും പഠിക്കുന്നുണ്ടാ? അതിനെ പറ്റിപ്പോ എന്താ എത്ര പഠിക്കാനുള്ളേ? കർപ്പൂരം വെക്ക, ഒരു തീകൊള്ളുണ്ട് കാട്ട, നിന്നാത്തൂലേ? അതല്ല, നമുക്കൊരു സംസ്കാരം ഉണ്ട്. നമ്മക്കല്ല, നിങ്ങക്ക് ഏകവചനം മതിട്ടാ. തിരുത്തിയൊക്കെണ്ട, വൈകാത്തന്നെ ഉണ്ടാവും സംസ്കാരം. എടാ, നമ്മളെ നാടിന്റെ സംസ്കാരം ആരോട് പറയാൻ? ഈ സമയം കളയാതെ വന്ന് കാല് തൊട്ട് വന്നിക്ക്. ഞാൻ ഇന്നേ വരെ ഒരാളെ കാലും അങ്ങോട്ട് പോയി തൊട്ടിട്ടില്ല. പിന്നെ നിനക്ക് തൊടാൻ വേണ്ടിട്ട് നിന്റെ കാലം അങ്ങോട്ട് വരുമോ? ആ, വരും. എവിടെ പോണ്?
ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ തോറ്റ്. അഞ്ഞുവാണെങ്കിൽ ഒന്ന് അനുഗ്രഹിച്ചേക്കേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കൈവെള്ളേന്റെ ഫോട്ടോ എടുത്തിട്ട് ആ മൊബൈലിൽ ഇടാം. ഇജ്ജ് അതിങ്ങനെ തലയിൽ വെച്ചോ. എനിക്ക് യാത്രയൊക്കെ മതി കേട്ടാ. പിന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫീസിന്റെ രസീതി ആദ്യം തന്നെ എഴുതി തരാം. നിന്റെ പേര് പറഞ്ഞേ? ഫെഡറിക് ഗോൺസാൽവസ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞാൽ മതി. ഗ്രിഗറി. നിക്കറ് കീറിയുന്നോ? ഗ്രിഗറി. എന്തേ ഫീസ് കണ്ടേ? അല്ല, ഞാൻ എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. അതാ അതിനേക്കാളും എളുപ്പം. അപ്പോ സ്കിറ്റ് പഠിപ്പിക്കുന്നതിന് മുൻപായി അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അല്ല ഷാനെ, എനിക്കൊരു സംശയം. ചോദിച്ചോ. എന്താണ് ഈ നവരസം? അത് നമ്മൾ ഈ വാറ്റ് ഉണ്ടാക്കുമ്പോ കിക്ക് കൂടാൻ വേണ്ടി ചേർക്കുന്ന ഒരു സാധന. എന്തി? നവസാരം. നവരസം. നവരസം. ആ. നവരസം എന്ന് പറഞ്ഞാൽ 9 ഭാവങ്ങൾ. അതായത് ഈ ശൃംഗാരം മുതൽ ശാന്തം വരെ. മോനെ, ആശാൻ എന്താ ചെയ്യണേ? മൂപ്പര് ഇവിടെ ശാന്തനായിട്ട് ശൃംഗരിക്കുക. ശാന്തം, ശൃംഗാരം, നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ നവരസങ്ങളിലെ 1ാമത്തെ രസം ശൃംഗാരം. നാട്യശാസ്ത്ര പ്രകാരം ശൃംഗാരം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ടഫാട്ടാ. EMI ഇടാൻ പറ്റൂല. കുറച്ചായിട്ട് പഠിക്കാൻ പറ്റുമോ? എന്നാ ഒരു കാര്യം ചെയ്യും, അതിന്റെ തുടക്കം മാത്രം ഒന്ന് പഠിക്കുക. അതായത് 1 2 1 2. അത് ചെയ്ത് 1 2 1 2. ഇത് ശൃംഗാരല്ല, അത് അഹങ്കാരം. അല്ല പിന്നെ എടാ, ഒരു ഗുരു നിന്നോട് കഴുത്തിളക്കാൻ പറയുമ്പോ ചന്തി ഇളക്കാണോ കാണിക്കുന്നത്? ഇളകണല്ലേ ഇളക്കാൻ പറ്റൂ. ചെയ്യൊന്ന് നോക്കണേ, ഇവനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കാനാ അതൊക്കെ? ആശാനെ, എവിടം വരെ എത്തി നവരസങ്ങളൊക്കെ? അയ്യോ, എന്റെ മേഡം ഒന്നും പറയണ്ട. ഇവന് ശൃംഗാരത്തിന്റെ ബേസ് ഇവനറിയാം. പിന്നെ നമ്മൾ പഠിപ്പിച്ച് ഇങ്ങനെ ടോപ്പിക്ക് എത്തിക്കണം. ആശാനെ, നമ്മൾ ഈ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ എന്താ വേണ്ടത്? ഓഡിയൻസിനെ നമ്മൾ കൊണ്ടുപോകണം. അതല്ല, ഓഡിയൻസിനെ നമ്മൾ വഴിക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലായോ? ഇല്ല. എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് വെച്ചാൽ നല്ല തമാശയുള്ള സ്കിറ്റ് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഓഡിയൻസ് താനെ ചിരിച്ചോളും. നിങ്ങൾ പേടിക്കണ്ട. അതിന് കിടിലൻ 2-3 സ്കിറ്റുമായിട്ടാണല്ലോ ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നത്? 3 പേര്. 3 പേരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കിടിലൻ സ്കിറ്റ്. നമുക്ക് ഒരു ക്ലാസ് റൂം പിടിക്കാം. ഒരു മാഷ് 2 കുട്ടികൾ. ഈ മാഷിക്ക് വലിയ വിവരമൊന്നുമില്ല. കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ഫോൺ എടുത്ത് ഒറ്റ വിളിയാ, സരള ടീച്ചറേ. പനജ ടീച്ചർ എന്നല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? പത്തനംതിട്ട ടീം കളിച്ചതല്ലേ അത്? ചേട്ടാ, യവന്മാര് കയറി കളിച്ച. എന്ത് ചെയ്യണം നോക്കണം. ഒരു ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പോ യവന്മാര് ട്രെയിനിൽ ഉണ്ടായിരുന്നു. വെറുതെ ഞാൻ ഈ ടീം വരെയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താ അപ്പോഴേക്കും കയറ്റി കളിച്ചില്ലേ. പ്രശ്നമാക്കണ്ടാന്ന്. ഈ ബുക്ക് നിറയെ സ്ക്രിപ്റ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് തുടങ്ങാം. ഇവന്റെ പുരികം 2 മേലേക്ക് അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് സ്പ്രിങ് പോലെ 2 മീശ, ഒരു അയഞ്ഞ പാന്റും ഒരു ചുവന്ന കെട്ടും, ഒരു കരാട്ടക്കാരൻ. പക്ഷെ എന്താ വെച്ചാ ക്യാരക്ടറിന് ഒരു പേര് കണ്ടുപിടിക്കണം. പേര് അടിപൊളി പേര്. പേര് എങ്ങനെ കിട്ടണം ഈ പേര്? ഞാനും സ്ഥിരമായിട്ട് ഐറ്റംമാരൊക്കെ കാണലുണ്ട്. ഇതും ട്രെയിനിൽ നിന്ന് ഡിസ്കസ് ചെയ്താവൂലേ? പിന്നെ മറ്റേ വാതൊഴിപ്പിക്കാൻ വരുന്ന ഒരു ജൻസി മന്ത്രവാദി. എപ്പിസോഡ് 458 മലപ്പുറം ഫാമിലി. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ ഇല്ല. അതെ, നമ്മൾ ഈ മുൻകൂട്ടി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കൂല. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അതാ നല്ലത്. നമുക്ക് നമ്മളെ അനുഭവത്തിൽ നിന്ന് സ്കിറ്റ് ഉണ്ടാക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സ്കിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ എനിക്ക് ട്രെയിനിൽ ഒരു അനുഭവം ഉണ്ടായി. ഞാനത് പറയാം. പക്ഷെ നിങ്ങൾ ചിരിച്ച് മണ്ണിൽ കപ്പ നടരുത്. മണ്ണ് കപ്പരുത്. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോ ഒരുത്തനൊരു കെറ്റിലും തൂക്കി എന്റെ മുന്നിൽ കൂടെ ഒരു നടത്താം. കാപ്പി കാപ്പി ചായ ചായ കാപ്പി കാപ്പി എന്നും പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് ആകെ ഒരു കെറ്റിലേ ഉള്ളൂ. എന്നിട്ട് ഇവൻ ചായയും കാപ്പിയും വെക്കണു. ഞാൻ പിന്നാലെ ചെന്നിട്ട് തോണ്ടിയിട്ട് ചോദിച്ചല്ല, ഈ ചായയും കാപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോന്ന്. അപ്പൊ അവനോട് പറയാണ്,
ചായക്ക് 10 റുപ്യ ഉള്ളൂ, പക്ഷെ കാപ്പിക്ക് 15 റുപ്യാണ്. എങ്കക്കയിത്ത തമാശ മനസ്സിലായില്ല? തമാശ ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. അത് ഞാൻ പ്ലെയിൻ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. വേഷം കെട്ടിവെന്ന് പറഞ്ഞാൽ പൊളിക്കും. അല്ലെങ്കിൽ ഈ വേഷം കെട്ടി വൈകാതെ പൊളിയും. എന്ത് ചെയ്യും നോക്കണേ. മനസ്സിന്റെ ഏകാഗ്രത. ഈ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞത്? വയ്യ അടുത്തു ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്. എടാ നീ എന്താ ഈ പറയണേ? ഭരതത്തില് നെടുമുടി പറഞ്ഞേ. ഭരതത്തിൽ നെടുമുടി എന്നല്ല, ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേ? എന്ത് എന്താ പറഞ്ഞ ആശാനെ? ആശാനെ പറയ്, ഭരതമുനി എന്താ പറഞ്ഞേ? മോനിങ് വന്നേ. എന്തായാലേ മൂപ്പര് മോശം കാര്യമൊന്നും പറയാൻ സാധ്യതയില്ല. ആള് മുനിയാണല്ലോ, ഭരതമുനിയാണല്ലോ. നല്ല കാര്യവും പറഞ്ഞിട്ടാവാ. ഇല്ലെങ്കിൽ ഇയാൾക്ക് പുറത്തിറങ്ങി 4 ആളെ മൊത്തം നോക്കണ്ടല്ലേ. അപ്പൊ ആ പേരും പറയാണ്ട് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. കേട്ടോ മേഡം? സമ്പ്രതി വാർത്താഹ സ്വയന്താം പ്രവാചകാഹ ബലദേവാനന്ദ സാഗരഹ ഇതി വാർത്താഹ എന്ന് വെച്ചാൽ ഏകാഗ്രമായ മനസ്സിലെ നല്ല ആശയങ്ങൾ ഉണ്ടാവുള്ളൂന്ന്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം. കണ്ണുകൾ ചിമ്മി കൈകൾ കൂപ്പി ഒരു 10 മിനിറ്റ് ധ്യാനിക്കണം. അപ്പൊ ഏകാഗ്രത വരും. നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കും. ചെയ്തൂടെ? എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. അടിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ. നേരെ നിൽക്കൂ, കണ്ണടച്ചോളൂ, കൈകൾ കൂപ്പിക്കോളൂ. ഞാൻ പറയാതെ കണ്ണ് തുറക്കരുതേ. മനസ്സിൽ ഏകാഗ്രത വേണം. വേറെ ഒന്നും ചിന്തിക്കരുത്. അമ്മ ഇനി കണ്ണുറന്നൂടെ? ആശാനെ 10 മിനിറ്റായി. ആശാനെ ആശാനെ കാണാനില്ല. ആശാന് മാത്രല്ല നമ്മളെ ലാപ്പ് കാണാനില്ല. അയ്യോ, ഈ അലമാരയിൽ 25 പവൻ അതും കാണാനില്ലടാ. ഈശ്വര, കാലമാടൻ എല്ലാം അടിച്ചോണ്ട് പോയല്ലോ. അയ്യോ എടാ, നോക്കി വെക്കാതെ പോലീസിനെ വിളിക്ക്. അമ്മ അതിന് ഫോണും കാണാനില്ല. അയ്യോ, എന്റെ സ്വർണ്ണം മൊത്തം പോയി. അയ്യോ, എല്ലാം പോയല്ലോ ഈശ്വര. ഇനി 16-ാം തീയതി എന്റെ അച്ഛൻ വരുമ്പോ ഞാൻ എന്ത് പറയൂടാ? ഐറ്റം വേറെ പോവാത്തന്നെ ഗോൾഡൻ പഞ്ച് അടിച്ചു കൊണ്ട് പറയും. ആർക്ക്? ആ പോയ വയറ്റിലെ രവിക്ക്.